ഗിഫ്റ്റ് കൊടുക്കാം. പിറന്നാളല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് ഞാൻ ഒരു താല്പര്യത്തോടു കൂടെയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഏകദേശം 2 മണിക്കൂർ മെനക്കെടണം. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ യൂസഫ് സ്റ്റോറീസ് എന്ന് പേരായ എൻ്റെ ഈ വ്ളോഗ് ഇപ്പോൾ തീർച്ചയായിട്ടും എന്താ റീച്ച് വരുന്നേ ഇല്ല. ഞാൻ പറയുന്നത്, എന്തിനാണ് യഥാർത്ഥത്തിൽ ഒരു വ്ളോഗ് ചെയ്യുന്നത്? ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ അഭിമുഖം, പരസ്പരമുള്ള ഒരു സംഭാഷണം, അത്രമാത്രമേ ഞാനിതിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ വലിയ റീച്ചുണ്ടായിട്ട് അത് മറ്റുള്ളവരെ പോലെ ഒരു വലിയ സംഖ്യ അതുവഴി സമ്പാദിക്കുക, ഞാനത് ആഗ്രഹിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ വേറെ എനിക്ക് പണിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇനി ഈ വ്ളോഗ് നിർത്താൻ പോലും ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഇതാണ്, ആളുകളുമായി സംവദിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം. കാരണം എനിക്ക് വേറെ പൊതുപ്രവർത്തനങ്ങളൊന്നുമില്ല, രാഷ്ട്രീയത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തു പറഞ്ഞാൽ നമ്മൾ അവരോട് ഉള്ള കാര്യം തുറന്ന് പറയും, മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെയാണല്ലോ, കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല എന്നൊക്കെ പണ്ട് പറയുന്നത് പോലെ ആരോടും, അത് മതത്തിൻ്റെ ആളുകളോടായാലും ശരി, മതം എന്ന് പറയുന്നതും ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇത് തനി കച്ചവടമാണ്. എങ്ങനത്തെ അതിൽ വിളവന്മാരായ ആളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ, അതിലുള്ള വിളവന്മാരെന്ന് പറഞ്ഞാൽ എന്താ, കള്ളത്തരം പറയാനും വഞ്ചിക്കാനും തട്ടിപ്പിനും ഒക്കെ കഴിയുന്ന ആൾ തന്നെയാണ് ഇന്നത്തെ പണ്ഡിതനും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ. നമ്മുടെ മഹല്ല് നേതൃത്വത്തിൽ എത്തുന്നതൊക്കെ ഉടായിപ്പുകാരാണ്, എല്ലാവർക്കും അറിയാം. ഒരൊറ്റ സത്യസന്ധൻ, ഒരു 60 അംഗങ്ങളുള്ള ഒരു ഇസ്ലാമിക മഹലിൻ്റെ ഒരു പള്ളി കമ്മിറ്റിയുടെ മഹലിൻ്റെ തലവനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എല്ലാ ഉടായ്പകളുടെയും കൂടാരമായിരിക്കും ആ മഹലിലെ പ്രസിഡന്റ്, ആ മഹലിലെ സെക്രട്ടറി. ആലോചിച്ച് നോക്കൂ. കാരണം വെറുതെ ജനങ്ങളുടെ പണം തട്ടിക്കുക. അപ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് അതല്ല. ഇതേ മാതിരത്തെ ഒരു ഉടായ്പ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ ജസ്ന സലീം. അപ്പോൾ ഈ ജസ്ന സലീം ഞാൻ തമ്പനയിലിൽ വെച്ചതുപോലെ ജസ്ന സലീം ദുഃഖവാർത്തയായിട്ടാണ് ഞാൻ തമ്പനയിൽ വെച്ചിട്ടുള്ളത്. കാരണം ജസ്ന സലീം ആത്മഹത്യ ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ കാക്ക നിങ്ങൾ അവൾ ആത്മഹത്യ ചെയ്യാതെ ഒരാളെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയണത് അല്ലേ? ആരും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഇല്ലാതെ നുണയല്ലേ ഉസ്താദ് എന്ന് എന്നെ പറയുന്നവരും ഉണ്ട്. ഞാനൊരു ഉസ്താദുമല്ല. കാരണം പഴയ 5ാം ക്ലാസ് മദ്രസയിൽ മാത്രം പഠിച്ച് പിന്നീട് പഠിക്കാനൊന്നും അവസരം കിട്ടാതെ, ഭൗതിക പഠനത്തിനും അവസരം കിട്ടാതെ എൻ്റെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതുകൊണ്ട് എൻ്റെ ഉപ്പ സ്കൂളിലേക്ക് പോകുന്നത് സമ്മതിച്ചില്ല. എന്താ അവിടെ ഉദ്ദേശമെന്ന്, നാളെ പരലോകത്ത് യൗമ തുബുല സറായിർ എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ മതപരമായ വിദ്യാഭ്യാസത്തെയും ഒക്കെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ കുടുംബം പറഞ്ഞത്, എൻ്റെ ഉമ്മ മരിച്ചു എന്ന്. അതാ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നുള്ളവരല്ല അനാഥർ, ഉമ്മ മരിച്ചു എന്നുള്ളവരാണ് അനാഥർ. അപ്പോൾ ഞാനത് എല്ലാവരോടും പറയും. അതുകൊണ്ടാണ് ഒരവസരം, അഥവാ എന്നെ സ്കൂളിൽ പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാൻ, അത് ഉപയോഗപ്പെടുത്താൻ ഒന്നും തന്നെ എൻ്റെ കുടുംബം സമ്മതിച്ചില്ല. അന്നൊന്നും ഞാൻ അവർക്കെതിരെ പറഞ്ഞത് കൊണ്ടല്ല. അത് ഇന്നിപ്പോൾ സമൂഹം, പള്ളി കമ്മിറ്റിയുടെ ആളുകളായാലും രാഷ്ട്രീയക്കാരായാലും നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയുമല്ലോ. നമ്മുടെ മനസാക്ഷി ആർക്കും നമ്മൾ പണയം വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ ആളുകൾക്ക് അവരുടെ വഞ്ചനക്ക്, അവരുടെ തട്ടിപ്പിന്, അവരുടെ വെട്ടിപ്പിന് ഒന്നും കൂട്ടുനിൽക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് അവർ നമ്മളോട് പുച്ഛ മനോഭാവം, അതാ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ സംഖ്യകളേക്കാൾ, അതാണല്ലോ നമ്മൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയവുമായിട്ട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് കാണുന്നത് ആരെയാണ്? സംഖ്യകളെയാണ്, അല്ലേ? ത്രിസംഖ്യകളെയാണ്. അപ്പോൾ അതിനേക്കാൾ ഇന്ന് നമ്മളോട് വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായം. ഒരിക്കലും അല്ല എന്ന് പറഞ്ഞുകൂടാ. അത് സലഫികളായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും
വെറും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നല്ലാതെ മതവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മറിച്ച് മതത്തെ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനകളെല്ലാവരും പാടെ കൂടിയിട്ട്. പക്ഷേ അതിൻ്റെ പേരിൽ മതത്തിന് പുറലൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അതാണ്. ഇപ്പോൾ ജസ്ന അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ പരിക്കേൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തി വിചാരിച്ചാലും നടക്കില്ല. ഇപ്പോൾ ഇസ്ലാമിനോടുള്ള ആഗോള വിദ്വേഷമാണ് യഥാർത്ഥത്തിൽ ഈ മതത്തെ പിഴുതെറിയാനുള്ള ലക്ഷ്യത്തോടു കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ, അല്ലേ? നമ്മളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അങ്ങനെയാണ്. ഇത് നമ്മൾ ഇറക്കിയതാണ്. അതുകൊണ്ട് ഇത് ഈ ലോകാവസാനം വരെ നിലനിർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ആ സർവശക്തൻ ആരിലെങ്കിലും ഒരാളിലൂടെ ഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് വകഫാ ബില്ലാഹി ഷഹീദ. പ്രവാചകൻ വലിയ ദുഃഖത്തിലായപ്പോൾ, ആളുകളൊക്കെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ, രാജ്യത്ത് നിന്ന് ആട്ടിക്കളയാൻ ഉദ്ദേശിച്ചപ്പോൾ, നോക്കണം, ഒരു വലിയ സംഗതിയായിരുന്നു, സങ്കടകരമാണല്ലേ? അപ്പോൾ ആ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്, അങ്ങേക്ക് അങ്ങയുടെ റബ്ബ് പോലെ നബിയെ, പിന്നെ എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ സംഘടനകളെ കണ്ടിട്ട്, ഈ ആളുകളെ കണ്ടിട്ടല്ല നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ വിശ്വസിച്ച് ജീവിക്കുന്നത്. അള്ളാഹുവെ ആ ദീനിലായിട്ട് ഹിദായത്ത് തന്ന് മരണം തരണമേ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. മയ്യത്തിൻ്റെ കൂടെ കോടാനുകോടി ആളുകൾ ഉണ്ടായത് കൊണ്ട് ആരും ആ ഖബറിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല, കൂടെ അയാൾക്ക് സഹായി എന്നതുപോലെ. അയാൾ സമ്പാദിച്ച സമ്പത്തുകളും അയാൾ കൊണ്ടുപോകുന്നില്ല. നോക്കണം, പരിശുദ്ധ ഖുർആൻ തന്നെ 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഉദാഹരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഉറുമ്പ്, ആ ഉറുമ്പ് വലിയ ബുദ്ധിയുള്ള ജീവികളാണ്. ആ ഉറുമ്പ് ഒരു വലിയ വലിയ സാധനങ്ങൾ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് അതിൻ്റെ മാളത്തിൻ്റെ പുറത്ത് വെച്ചാണ് ആ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നത്. അഥവാ അതിന് കൊള്ളാത്ത സാധനം അത് കൊണ്ടുപോകുന്നില്ല എന്നതുപോലെ എല്ലാവരും ഖബറിലേക്ക് പോകുമ്പോൾ അവൻ്റെ സർവ്വതും ഇവിടെ ഇട്ട് വെച്ച് ഞാനിതാ എൻ്റെ കൈകളൊക്കെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന നിലയിൽ പിറവി കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണെങ്കിൽ മരിച്ചു പോകുന്നത് കൈ രണ്ടും ഇങ്ങനെ താഴ്ത്തിയിട്ട് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ആരും ആളുകളുണ്ട് എന്നൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ജസ്ന എന്ന് പറയുന്ന അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ കാക്കായി ജസ്നയുടെ വിഷയം പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെന്താ വേറെ കഥ പറഞ്ഞു. ഞാൻ ഓരോ വിഷയം പറയുമ്പോഴും അതുവഴി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗുണപാഠമാണ്. ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രബോധനം, അഥവാ ഈ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ദൈവീകമായിട്ട്, അതാണ് ഖൗറും മഅറൂഫും വ മാഫിറ വ ഖൈറും മിൻ സദഖ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ന്യായമായ വാക്ക്, സത്യസന്ധമായ വാക്ക്, അത് നിങ്ങൾ ലോകം മുഴുവൻ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ വലുതാണ്. അതൊരു ചാരിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചാരിറ്റി ഞാൻ നടത്തുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ എനിക്കതിൽ നിന്ന് റീച്ച് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടൊന്നും, എനിക്ക് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസവും ഞാനിത് നടത്തുന്നു. അതാണ് ആർക്കെങ്കിലും ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂല് യമനിലേക്ക് തൻ്റെ ശിഷ്യനായ സഅദ് മുഹാദിനെ നിയോഗിച്ചുകൊണ്ട് നോക്കണം, മദീന പള്ളിയിൽ നിന്ന് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മുഹാദിന് വിഷമമുണ്ടായിരുന്നു. പ്രവാചകൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് പാണ്ഡിത്യം പഠിക്കുക, ആ മുഖത്ത് നോക്കി നിൽക്കുന്നത് തന്നെ ഇബാദത്താണ്. അങ്ങനെ ഇരിക്കെ ആ സാന്നിധ്യം, തിരുദൂതരുടെ ആ സാന്നിധ്യവും വിട്ട് അങ്ങ് അകലെയുള്ള യമനിലേക്ക് പോകുന്നു ഗവർണറായിട്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങയുടെ പള്ളിയിൽ നിന്ന് 1000 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഈ പള്ളിയിൽ നിന്ന് ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ 1000 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച പ്രതിഫലമുണ്ട് മസ്ജിദുൻ നബവിയിൽ എന്നാണ്. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഞാൻ പോവുകയും അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് വിജ്ഞാനം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മുരടിച്ചു പോകില്ലേ നബിയെ? അതുകൊണ്ട് എനിക്കതിന് കഴിയുമോ? ഇനി എനിക്ക് അത്രമാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുഹാദെ സഹദെ നിങ്ങൾ പോകണം, മുഹാദെ നിങ്ങൾ പോകണം. നിങ്ങൾ വഴി ഏതെങ്കിലും ഒരാൾ ദൈവമാർഗത്തിൽ വരിക എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. താങ്കളുടെ പ്രബോധനം വഴി
ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ നേർമാർഗത്തിലേക്ക് വന്നാൽ ഏറ്റവും വലുത് അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഞാനിത് ചെയ്യുന്നത് എൻ്റെ റീച്ചും എൻ്റെ ഷെയറും ലൈക്കും ഒന്നും നോക്കിയിട്ടല്ല, അത് പറയുന്നുണ്ട് ഞാൻ. അത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, കേട്ട് തൃപ്തരാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ജസ്ന സലീം ആത്മഹത്യ ചെയ്തു എന്ന് തമ്പുനയിൽ കൊടുത്തതിൻ്റെ രഹസ്യം അവൾ എന്താണ്? വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. പരിശുദ്ധ ഖുർആന്റെ ഒരു വചനമാണ്. സ്വന്തം ആത്മാവിനെ അവൾ എന്താക്കിയിരിക്കുന്നു? കറുപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ആ കറുപ്പിച്ചു കളഞ്ഞു അഥവാ അതിനെ ഹത്യ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അവൾ വെറുതെ അവളുടെ ബോഡി മാത്രമാണ് ഇപ്പോൾ ഒരു മനുഷ്യ ശരീരമായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത്. അവളുടെ ആത്മാവിനെ അവൾ